പ്രതിപക്ഷം ഇതൊക്കെ നിങ്ങളും ചെയ്തിട്ടുള്ളതാണെന്നേ. ബാർക്കോഴ കേസ് ഉണ്ടായ സമയത്ത് നോക്കൂ, ബാർക്കോഴ കേസ് ഉണ്ടായ സമയത്ത് ഇതേപോലെ KM മാണി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വരികയാണ്. നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടിയത്? അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാർക്കോഴയായിരുന്നോ? നിങ്ങൾക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്ത വിധം എന്താണ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ ചോദ്യം അപ്പോഴും ഉയരാം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അടിയന്തര പ്രമേയ നോട്ടീസ് തിരുവഞ്ചൂർ നൽകിയിരുന്നോ? അത് നിരസിക്കപ്പെട്ടിരുന്നോ? ഇവിടെ വസന്ത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അടിയന്തര പ്രമേയം നൽകിയാൽ നിങ്ങളത് നിരസിക്കും. അവർക്ക് പ്രധാനമെന്ന് തോന്നുന്ന ഒരു കാര്യം അവർ പറഞ്ഞാൽ അത് നിരസിക്കും. ഇപ്പോൾ നേരത്തെ രാഷ്ട്രീയ കൊലക്കേസുകളിലെ പ്രതികൾ പരോളിൽ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു, തള്ളി. അവർ പ്രതിഷേധിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയും പ്രതിപക്ഷത്താവുമ്പോൾ അവർ ചെയ്യുന്നതൊക്കെ പ്രശ്നമാണെന്ന് ഒരു വാദം എങ്ങനെയാണ് ശരിയാവുക? അല്ലല്ല, അങ്ങനെയൊന്നും ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും ആധിക്യമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കാര്യവും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അധികകാലം ഒരാൾക്കും, എനിക്കെന്ന് മാത്രമല്ല ഒരാൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കൃത്യത ഉണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകേണ്ടത് വളരെ സുതാര്യമാണ്, അത്യാവശ്യമാണ്. ഇവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ ബഹുമാനപ്പെട്ട KM മാണി അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ വരുമ്പോൾ അന്ന് ബാർക്കോഴ അഴിമതി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ ഈ ഗവൺമെൻറ് ചർച്ചയ്ക്കെടുക്കുന്നില്ല. അങ്ങേയറ്റത്തെ തെറ്റല്ലേ? ഇന്ത്യയുടെ നിയമസഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതും ചർച്ച നടന്നതും ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്താണ് എന്ന് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ എന്തിനാണ് കള്ളം പറഞ്ഞ് മറച്ചു പിടിക്കുന്നത്? ക്രിമിനലുകളെ പരോളിൽ സമൂഹത്തിലേക്ക് ഇറക്കി വിടുക, ദിവസങ്ങൾ പോലും ജയിൽ കിടക്കാതെ ഇറക്കി വിടുന്നതിനെ കുറിച്ചൊരു MLA അടിയന്തര പ്രമേയ നോട്ടീസ് നോക്കുമ്പോൾ അത് അടിയന്തര പ്രാധാന്യമില്ല എന്നാണ് സർക്കാർ നിലപാട്. അല്ല, അതെന്താണ് പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഈ ഒരു സമ്മേളന കാലയളവിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമായിട്ടുള്ള വിഷയങ്ങളാണ് അടിയന്തര പ്രമേയം എന്ന രൂപത്തിൽ മുന്നോട്ട് വരുന്നത്. നേരത്തെ നടന്നൊരു സംഭവത്തെ ഈ സമ്മേളന കാലയളവിലേക്ക് അടിയന്തര പ്രമേയത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരുന്നതിന് പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. അതെന്തു തന്നെയായിരുന്നാലും ശരി, ഈ നമ്മുടെ ബഡ്ജറ്റ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലില്ലാത്ത വിധം കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിന്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ്സിന്, മുസ്ലിം ലീഗിന് തിരുവാക്കെതിർവായില്ലാത്തൊരു കാലഘട്ടമാണ് ഈ വർത്തമാന കാലഘട്ടം എന്നത് നാം തിരിച്ചറിയണം. അത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മുന്നോട്ട് പോവുകയാണ്.